അതായത് മനസ്സിലാക്കേണ്ടത് ലഡാക്ക് മാത്രമല്ല, ഇതിനകത്ത് ഇവിടുത്തെ ഗോദി മീഡിയയും BJP-ക്കാരും പറയുന്ന കോൺസ്പിറസി ഒക്കെ കള്ളത്തരവ്. അതായത് സോണം വാങ്ചുക്ക് എന്ന് പറയുന്നത് അറിയപ്പെടുന്നൊരു അക്കാഡമീഷ്യനാണ്, അറിയപ്പെടുന്നൊരു എഞ്ചിനീയറാണ്, സോഷ്യോളജിസ്റ്റാണ്, ആക്ടിവിസ്റ്റാണ്. അപ്പം അയാൾ പല ഇൻവെൻഷൻ നടത്തിയിട്ടാണ്, ചെറിയ ആളൊന്നും അല്ല. അപ്പം അത് മേടിക്കാൻ പല ആൾക്കാർക്കും താല്പര്യമുണ്ട്, അയാൾ അയച്ചു കൊടുക്കാറുണ്ട്, അതിൻ്റെ പണം കിട്ടാറുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് അയാൾക്കെതിരെ CBI എൻക്വയറി അങ്ങ് വരുന്നു. ആൻറ്റി ഇന്ത്യ, രാജ്യദ്രോഹി, അത് ഇത്. ഞാനൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാം. നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പം മധ്യപ്രദേശിലോ ഉത്തരാഖണ്ഡിലോ മറ്റുള്ള ഭാഗത്ത് നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് പോലെ ഈ ലഡാക്കിൽ കാണുന്ന പ്രൊട്ടസ്റ്റിനെ ആ രീതി കാണരുത്. ഒന്നാമത് ആ ടെറൈൻ എന്ന് പറഞ്ഞത് ഈ പറയുന്ന സിമ്പിളല്ല, അവിടെയുള്ളവർക്ക് മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ പട്ടാളക്കാരൻ ലഡാക്കിലൊക്കെ പോസ്റ്റിങ് കഴിഞ്ഞിട്ട് മാക്സിമം 1 വർഷം 1.5 വർഷമൊക്കെ ഉള്ളൂ പോസ്റ്റിങ്. അവിടെ പോസ്റ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന പട്ടാളക്കാരിൽ 15-20% അസുഖബാധിതരാണ്. എൻ്റെ ബന്ധുക്കളുണ്ടായിട്ടുണ്ട്, എൻ്റെ അകന്ന റിലേറ്റീവ്സിലുണ്ടായിട്ടുണ്ട്. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡാണ് ഈ സംഭവം. അപ്പം അവിടെ ജീവിക്കുന്നവരോട്, അവിടെ ജീവിച്ച് അവരോട് അവിടുത്തെ ടെറൈനിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇവിടുത്തെ പോലീസ് CRPF-നെ വെച്ച് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭൂലോക അബദ്ധമാണ്. ടെറൈൻ അതേപോലെയാണ്, സിമ്പിളല്ല ഇത്. ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ പല മണ്ടത്തരമെന്ന് പറയുന്നത്. BJP-ക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് പൊളിറ്റിക്കലി. ഇത് ഡയലോഗ്സിൽ കൂടെ, ഡിസ്കഷനിൽ കൂടെ സെറ്റിൽ ചെയ്യേണ്ട ഇഷ്യൂ ആണ്. അവരുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ അങ്ങ് സെറ്റിൽ ചെയ്താൽ മതി.